വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ നിന്നുള്ള ചരക്ക് ഗതാഗതം കനാലിലൂടെ സാധ്യമാക്കാനും ടൂറിസം മേഖലയാക്കാനും ലക്ഷ്യമിട്ട് 1100 കോടി രൂപയുടെ പദ്ധതിയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പരിസ്ഥിതി ആഘാത പഠനം ഉൾപ്പെടെ പ്രൊജക്ടിന് മുമ്പ് നടത്തേണ്ട നടപടികൾ പാലിക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് പരാതി. മാലിന്യം അടിഞ്ഞുകൂടി മനുഷ്യന് പോലും ഇറങ്ങാൻ കഴിയാത്ത കനാലിലൂടെ 2016 വർഷത്തിൽ 100 ടൺ ചരക്ക് ഗതാഗതം നടക്കുന്നതായി കാണിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന് വീതി കൂട്ടണം എന്ന് പറയുന്നുണ്ട്. കനാലിന് വീതി പോരാ എന്ന് പറയുമ്പോൾ വീതി കുറഞ്ഞ കനാലിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ കാലത്തിലെ ഒരു ജനങ്ങളുടേതായിരിക്കുന്ന ഒരു സമ്മർദ്ദം, ഗവൺമെൻറ്റിൽ കൊടുത്തിരിക്കുന്ന സമ്മർദ്ദം, ഇത്രയും കാലം അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ല. ഈ ജലത്തിൻ്റേതായിരിക്കുന്ന ഗതി അത് നമുക്കിവിടെ വ്യവസായത്തിന് അനുകൂലമായി, നമ്മളുടെ സാധാരണ ജനങ്ങളുടെ ആവശ്യത്തിന് അനുകൂലമായി, ടൂറിസത്തിന് പോലും അനുകൂലമായിട്ട് അതിനെ വൃത്തിയോടുകൂടി കാത്തു സൂക്ഷിക്കാനുള്ള ഒരവസ്ഥ ഇന്ന് വരെ പറയുക എന്നല്ലാതെ പലരും പല മീറ്റിങ്ങുകളിലായിട്ട് ഇതിനെയും 2 കോടിയോളം രൂപ ചിലവഴിച്ചാൽ കനാലിലേക്ക് ഒഴുക്ക് സുഗമമാക്കാനും തകർന്ന ഭിത്തി കെട്ടുവാനും സാധിക്കും. കപ്പൽ ഗതാഗതത്തിനു വേണ്ടി കനാൽ വീതി കൂട്ടുന്നതിലൂടെ കനാലിന്റെ സ്വാഭാവിക ഒഴുക്ക് ഇല്ലാതാവും. ജലഗതാഗതത്തിന്റെ പേരിൽ കോടികൾ ദൂർത്തടിക്കാനുള്ള പദ്ധതിക്കെതിരെ സമര പ്രക്ഷോഭങ്ങൾക്കൊരുങ്ങുകയാണ് കനാൽ സംരക്ഷണ സമിതി. റിപ്പോർട്ടർ, കോഴിക്കോട്.